ശബരിമല സ്വർണ്ണ മോഷണത്തിൽ ഇന്നലെ വരെ SIT അന്വേഷണത്തെ സ്വാഗതം ചെയ്ത കോൺഗ്രസും VD സതീശനും അന്വേഷണം കോൺഗ്രസ് നേതാക്കളിലേക്ക് എത്തുമ്പോൾ നിലപാട് മാറ്റുകയാണെന്ന് പറയുകയാണ് MV ഗോവിന്ദൻ മാസ്റ്റർ. അവസരവാദപരമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന വാർത്തകൾ വന്നതിന് പിന്നാലെയാണിത്. അന്വേഷണത്തിൽ പുതിയ വിവരങ്ങൾ പുറത്തുവരികയാണ്. ഇപ്പോൾ അന്വേഷണത്തെ തടസ്സപ്പെടുത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും ഗോവിന്ദൻ മാസ്റ്റർ തുറന്നടിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനുമെല്ലാം സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ചിത്രമാണ് തുടക്കമായത്. അടൂർ പ്രകാശും ആന്റോ ആന്റണിയും ഒപ്പമുണ്ട്. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയെ കാണാൻ അപ്പോയിന്റ്മെന്റ് നൽകിയതെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ ചോദിക്കുന്നുണ്ട്. ശബരിമല അയ്യപ്പന്റെ ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ പാടില്ല എന്നാണ് CPIM നിലപാട്. തെറ്റുകാർ ആരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും അയ്യപ്പന്റെയോ വിശ്വാസികളുടെയോ പണം തട്ടുന്ന പാർട്ടിയല്ല CPIM എന്ന് ജനങ്ങൾക്കറിയാമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ VD സതീശൻ ഇപ്പോൾ മലക്കം മറിഞ്ഞുവെന്ന് MP രാജേഷും തുറന്നടിച്ചു. UDF കൺവീനറെ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ SITയിൽ വിശ്വാസം നഷ്ടപ്പെട്ടോ എന്നും MP രാജേഷ് ചോദിക്കുകയാണ്. കടകംപള്ളി സുരേന്ദ്രനെ മൊഴിയെടുക്കാൻ വിളിച്ചപ്പോൾ പ്രതിപക്ഷത്തിന് വലിയ ആഘോഷമായിരുന്നു. ഇപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവിന് ഇരട്ടത്താപ്പാണ്. സ്വന്തക്കാരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ എന്തിനാണ് പരിഭ്രാന്തി എന്ന് ചോദിച്ച MP രാജേഷ് അന്വേഷണത്തിന്റെ പോക്കിൽ ഭയമുണ്ടെങ്കിൽ പാരഡി ഗാനം ഒരുമിച്ച് പാടിയാൽ മതിയെന്നും അത് കൂട്ടുകരച്ചിലാകുമെന്നും പരിഹസിക്കുന്നുമുണ്ട്. കോൺഗ്രസ് ചെയ്യുന്നതിലൊന്നും ദുരൂഹതയില്ലെന്നാണ് അവരുടെ നിലപാട്. കോൺഗ്രസിന്റെ രണ്ട് നേതാക്കൾ എന്തിനാണ് പ്രതികൾക്കൊപ്പം സോണിയാഗാന്ധിയെ കണ്ടതെന്നും MP രാജേഷും ചോദ്യമുയർത്തി. അതേസമയം വെള്ളാപ്പള്ളി നടേശന്റെ മതനിരപേക്ഷ നിലപാടുകളെയാണ് CPIM സ്വാഗതം ചെയ്തിട്ടുള്ളതെന്നും അതിൽ നിന്ന് വ്യതിചലിച്ച് അദ്ദേഹം എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം CPIM-നല്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളോട് പറഞ്ഞു.